ഗോവിന്ദൻ ഷാപ്പിന്റെ അങ്ങോട്ട് വരുന്നാണ്ടപ്പോ ഞാൻ കരുതിയത് അവനും കുടി തുടങ്ങിയെന്നാ. എനിക്കൊരു കൂട്ടായല്ലോ എന്ന് കരുതി. അപ്പോഴാ കല്യാണാലോചനയാണെന്ന് മനസ്സിലായത്. ഒറ്റ ആട്ട എടത്താപ്പള്ളിയുടെ മുറ്റത്ത് നിന്ന് അവൻ വീണത്. അവൻ പറയാ പെണ്ണിന്റെ തന്തയായി ഞാൻ നിന്നു കൊടുത്താൽ മതി, ബാക്കിയെല്ലാം അങ്ങ് ചെയ്തോളാന്ന്. പറട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാമനെയൊന്നും പേടിയില്ല, പക്ഷേ ചാരുവിന്റെ മനസ്സ് മാറും. എങ്ങനെ മാറുമെന്നാടാ അമ്മാതിരി വരട്ടല്ലേ ഞാൻ വരട്ടിയത്. അതൊന്നും വിശ്വസിക്കണ്ട. പച്ചപ്പുല്ല് കാണുമ്പോഴേ പെണ്ണ് ഉണക്കക്കച്ചി ഇട്ടേച്ചങ്ങ് പോവും. അതുകൊണ്ട് പെണ്ണ് കയറും പൊട്ടി ചോടുന്നതിന് മുമ്പ് അവക്കൊരു മൂക്ക് കയറിടണം. നീ എന്തിനാടി പശുവിന്റെ കാര്യമൊക്കെ പറയുന്നേ? നിങ്ങളൊരു പൊട്ടൻകാളയായതുകൊണ്ട് ഇങ്ങനൊരു മനുഷ്യൻ. എത്രയും വേഗം ഒരു മോതിരോ വളയോ വല്ലതും അവരുടെ കയ്യിലിട്ട് കൊടുത്ത് ഇവരുടെ കല്യാണം അങ്ങ് നിശ്ചയിച്ചു വെക്കണം. ആ, അത് നല്ലൊരു ഐഡിയ. അതാവുമ്പം കാര്യങ്ങൾക്കൊരു ഉറപ്പുണ്ടാവും. അതാണ്. അങ്ങനാണെങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ബന്ധുക്കളെ കുറച്ചു പേരെ വിളിക്കാം. ഒരു 10-15 പേര് മതി. പിന്നെ അയലൊക്കത്തുനിന്ന് പറയുമ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. സുലുവിനെ വിളിക്കാല്ലേ? നിങ്ങക്ക് കിട്ടണതൊന്നും പോരെ. എന്നാ സുലു വേണ്ട. പിന്നെ വാർഡ് മെമ്പറെ വിളിക്കണം. സമുദായക്കാര് കുറച്ച് പ്രമാണിമാരെ വിളിക്കണം. ഒരു കീറ്റല ഇട്ട് കുറച്ച് കറിയൊക്കെ വിളമ്പി ഒരു സദ്യ കൊടുത്തേക്കാം. അയ്യോ, അതിലൊരു കുറവ് വരുത്തണ്ട. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും തന്നെ ആയിക്കോട്ടെ. നല്ലൊരു പന്തലും വേണം. മുഹൂർത്തവും കുറിച്ച് മോതിരവും മാറാം. സാധാരണ ജാതകം കൂടെ കൈമാറേണ്ടതാ. പക്ഷെ നിനക്ക് പണ്ടേ ജാതകം അറിഞ്ഞാണൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ് അപ്പച്ചി, ചാരുവിന്റെ ജാതകം എടുത്തിങ്ങതാ. അതുമായിട്ട് ചെയ്യുന്നൊരു ജാതകം ഞാൻ കണിയനെ കൊണ്ട് ഉണ്ടാക്കിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ? പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും അപ്പച്ചി. ആ, നമുക്കേ അടുത്ത ഞായറാഴ്ച മുഹൂർത്തവും കുറിക്കാം. ഇപ്പോഴാണ് ശരിക്കും നീ എന്റെ മരുമോനായത്. ചക്കിക്കത്തെ ചങ്കരൻ. നീ പോയി പാത്രം കഴിയോടി. ഭയങ്കര അനുസരണയാ. ചേച്ചി, ദേ അവിടെ വലിയ ചർച്ച നടക്കുക. എന്തിന്റെ? ചേച്ചിയുടെ കല്യാണത്തിന്റെ. അവിടെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഉറപ്പിച്ചോണ്ടിരിക്കുക. ആഹാ, കൊള്ളാലോ. കാര്യങ്ങളൊക്കെ നല്ല ഫാസ്റ്റ് ആണല്ലോ. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാം. നമുക്ക് ഈ വിവാഹ നിശ്ചയം ചെറിയൊരു ഹാളി വെച്ച് നടത്തിയിട്ട് കല്യാണം ആർഭാടമായിട്ട് വലിയൊരു ഹാളി വെച്ച് നടത്താം. അത് പറ്റില്ല, അത് പറ്റില്ല. കല്യാണം ഇവിടെ വെച്ച് തന്നെ നടത്തണം. ഇവിടെ വീട്ടിൽ വെച്ച് നടത്തിയ ബന്ധുക്കളെല്ലാം കൂടെ വീട് കയറി ചവിട്ടി തൊഴിക്കുമെന്ന്. അതൊന്നും കുഴപ്പമില്ല. അതാണ് അതിന്റെ ശരി. അയ്യോ, കല്യാണം ഇപ്പൊ മുമ്പ് വെച്ച് നടത്തിയാലും എനിക്ക് സമ്മതമാ. അതാകുമ്പോ എനിക്ക് കുറച്ചും കൂടെ സൗകര്യമാണല്ലോ. മുംബൈ അതെ, എന്താണ് എല്ലാരും കൂടി ഒരു ചർച്ച? ഞങ്ങള് കല്യാണ ദിവസത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയായിരുന്നു. എന്നെ കൂട്ടാതെയോ? അയ്യോ, ഞങ്ങൾ വെറുതെ സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. ചാരു പറയുന്ന പോലെ നടത്താം. ഒക്കെ ബാബുവേട്ടൻ തീരുമാനിച്ചാ മതി. ഇനിയെല്ലാം അങ്ങനെയല്ലേ വേണ്ടത്? അതെ. അടുത്ത ഞായറാഴ്ചത്തേക്ക് മുഹൂർത്തം നോക്കട്ടെ. പിന്നെന്താ, അവധി ദിവസല്ലേ, എല്ലാവർക്കും സൗകര്യമായിരിക്കും. ചാരുവിന് ആരെങ്കിലും വിളിക്കാൻ ഉണ്ടാവില്ലേ? എല്ലാവരും വിളിച്ചോ? എനിക്കാകെ ഒരു 4 പേരെ വിളിക്കാനുള്ളൂ. അവരൊക്കെ ഞാൻ വിളിച്ചോളാം. പിന്നെ അവരെങ്കിൽ വന്നോളൂ. ആ, പിന്നെ നിങ്ങൾ വിളിക്കാനുള്ളവരൊന്ന് വിട്ടുപോണ്ട കേട്ടോ. അത് ഈ അയലോക്കത്തുള്ളവരല്ലേ, അത് ഞാൻ വിളിച്ചോളാം. അല്ല, അത് മാത്രം പോരാ. അച്ഛൻ പോയി ബാലമാമയെ വിളിക്കണം. ബാലമാമേ? അത് നടക്കത്തില്ല. നിശ്ചയത്തിനും കല്യാണത്തിനൊക്കെ അയാൾ വന്ന ആകെ കുളവും. അത് ശരിയാവില്ലെന്നേ. ആ, എന്നാ ഈ കല്യാണം നടക്കില്ല. ചാരു, മാമനെ വിളിക്കാം. ചിറ്റപ്പ, ചാരുവിന്റെ ആഗ്രഹമല്ലേ, അത് നമ്മൾ വേണ്ടേ നടത്തി കൊടുക്കാൻ? ഇത് വല്ലാത്തൊരു ദുരിതമായില്ലോ. കുഞ്ഞോളെ, അയാൾ എന്റെ കൂടെ ഒന്ന് പന്തലിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. ചിറ്റപ്പ, അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. മാമനെ കുടുംബത്തെ ആദ്യം തന്നെ വിളിക്കണം. ചാരുവിന്റെ ആഗ്രഹമല്ലേ, അത് വേണം. നീ കൂടെ
ഇങ്ങനൊക്കെ പറഞ്ഞല്ലേ കുഞ്ഞോളെ? ശരി, എന്തെങ്കിലും ആണ്. അയ്യേ പോണ്. ചാരു ദേ മാമൻ ഒക്കെ പറഞ്ഞു. ചാരുവിന് സന്തോഷമായില്ലേ? ഉം. ഇത് ഞാനായിട്ടെടുത്ത തീരുമാനാ. ഉം. ഞാൻ ആരെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് മാമൻ അറിയില്ല. അതുകൊണ്ട് ബാബുവേട്ട മാമനെ പോയിന്ന് കാണണം, അനുഗ്രഹം വാങ്ങിക്കണം. ആ, പിന്നെന്താ, ഞാൻ നാളെ തന്നെ എന്ത് കാണുന്നുണ്ട്. യവനെ കണ്ടു കഴിയുമ്പോ നിന്റെ മാമൻ വല്ല ഇടങ്കോലും ഇടോ? ഒരിടങ്കോലും ഇടില്ല. എന്റെ ഇഷ്ടം മാമന്റെ ഇഷ്ടം. ഓ ചെന്ന് കണ്ട വലിയ സന്തോഷായിരിക്കും. ആണോ? ശരി ചാരു. പിന്നെ പിന്നെ ചാരു ചായ കുടിച്ചായിരുന്നോ? ഇല്ല. ഞാനും കുടിച്ചില്ല. നമുക്ക് യവനെന്തോന്ന് പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല ഇതേവരെ. ആരെ ഈ പറയണേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ചാരു ചായ കുടിച്ചില്ലാന്ന്. ചെന്ന് കൂപ്പിക്ക് ചായ കുടിക്കാൻ പെണ്ണുങ്ങളെ നിഴലി ഉണ്ടാവും കവന്ന് കിടന്നു.